പ്രേക്ഷകരെ, നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളെടുത്താൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ട്രേഡ് ഡിഫൻസ് കരാറുകളിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ഒരു രാജ്യം അതിൻ്റെ ദീർഘകാല ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അഗ്രസീവായി സൃഷ്ടിക്കുന്ന ബന്ധങ്ങൾ, അങ്ങനെ ആഴത്തിലുള്ള വ്യാപാര, പ്രതിരോധ, നിർമ്മാണ, ഊർജ്ജ മേഖലകളിൽ സുശക്തമായ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അടുത്ത കാലത്തായി ഇന്ത്യ ലോകത്തെ ഏറ്റവും അഗ്രസീവായ രാജ്യമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ 10ഓളം വലിയ കരാറുകൾ, അത് കവർ ചെയ്യുന്നതാകട്ടെ 40 രാജ്യങ്ങളെയും. എന്തിനാണ് ഇത്രയധികം കരാറുകൾ? എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെങ് മിങ് ഡൽഹിയിൽ പറന്നിറങ്ങിയപ്പോൾ ഏഷ്യൻ ജിയോ പൊളിറ്റിക്സിൽ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ഒരു മിഡിൽ പവർ ആക്സിസിൻ്റെ ഔദ്യോഗിക വിളംബരമാണ് ലീജയുടെ സന്ദർശനം. കഴിഞ്ഞ 8 വർഷമായി നയതന്ത്ര രംഗത്ത് നിശബ്ദമായിരുന്ന ഒരു രാജ്യം പൊടുന്നനെ ഇന്ത്യയുടെ ഏറ്റവും സ്ട്രാറ്റജിക്കായ സുഹൃത്തായി മാറുന്നു. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അങ്ങനെയേ തോന്നും. പക്ഷേ ട്രേഡ്, ബിസിനസ്, ഡിഫൻസ്, ടെക്നോളജി, മാനുഫാക്ചറിംഗ്, എനർജി, ലോജിസ്റ്റിക്സ്, AI, സ്പേസ് തുടങ്ങി അടുത്ത 50 വർഷത്തേക്കുള്ള ഒരു രാജ്യത്തിൻ്റെ വലിയ ലക്ഷ്യങ്ങളിൽ കണ്ണുചേർത്ത് നിർത്തേണ്ടവരെ കൃത്യമായി മാർക്ക് ചെയ്ത് നമ്മൾ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ്, 1 by 1 ആയി. അങ്ങനെ വന്നുപോകുന്ന രാഷ്ട്രത്തലവന്മാരിൽ ഒരാളായി വേണം ലീ ജെ മിങ്ങിൻ്റെ ഇന്ത്യ സന്ദർശനവും കാണാൻ. പഴയ പോലെ ഒരു രാജ്യവുമായി ചില കരാറുകൾ ഉണ്ടാക്കുന്നു എന്ന നിലയ്ക്കല്ല, ഒരു ബൃഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ പ്രയാണത്തിലെ ഏറ്റവും ശക്തമായ ചുവടുവെപ്പുകളിലൊന്നായി വേണം ഇന്ത്യ ദക്ഷിണ കൊറിയ കരാറിനെ കാണാൻ. അത് എന്താണെന്ന് വിശദമായി പറയാം. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിൻ്റെ ഡൽഹി സന്ദർശനം തന്ത്രപരമായ അനിവാര്യതയാണ്. ഇന്ത്യക്ക് മാത്രമല്ല, ദക്ഷിണ കൊറിയയ്ക്കും. ചൈനയുമായുള്ള അമേരിക്കയുടെ വ്യാപാര യുദ്ധത്തിൽ ദക്ഷിണ കൊറിയൻ കമ്പനികളായ സാംസങ്, ഹ്യുണ്ടായി എന്നിവ വലിയ സമ്മർദ്ദത്തിലാണ്. അവരുടെ പ്രൊഡക്ഷൻ്റെ 60% ചൈനയിൽ കേന്ദ്രീകരിക്കുന്നത് ഇനി സുരക്ഷിതമല്ലെന്ന് ദക്ഷിണ കൊറിയ തിരിച്ചറിയുന്നു. അവർക്ക് ചൈനയ്ക്ക് പകരമായി വിശ്വസിക്കാവുന്ന ഒരു വലിയ രാജ്യം വേണം. ചൈനയേക്കാൾ വിശ്വസിക്കാവുന്ന ഒരിടം, അതിപ്പോൾ ഇന്ത്യ മാത്രമാണ്. കാരണം ഇന്ത്യ ഇനി വെറും മാർക്കറ്റല്ല, മറിച്ച് ഒരു ഡിജിറ്റൽ വേൾഡിൻ്റെ ശില്പിയാകാൻ ആഗ്രഹിക്കുന്ന അതിശക്തമായ രാജ്യമാണ്. ദക്ഷിണ കൊറിയയുടെ പക്കലുള്ള മോഡേൺ ടെക്നോളജി ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റിയുമായി ഇണങ്ങേണ്ട സമയമാണിത്. ലീ ജെ മിങ് ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് 1 വർഷം തികഞ്ഞിട്ടില്ല. ഭരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ലീ ഇന്ത്യ സന്ദർശിച്ചത് ദക്ഷിണ കൊറിയയുടെ 2ാമത്തെ വലിയ പ്രൊഡക്ഷൻ ബേസായി ഇന്ത്യയെ ഔദ്യോഗികമായി അംഗീകരിച്ചു എന്നതിൻ്റെ സൂചനയാണ്. ഇതുവരെ കണ്ട വാർത്തകൾക്കും അപ്പുറം ഫ്യൂച്ചറിസ്റ്റിക് പാർട്ട്ണർഷിപ്പിൻ്റെ 4 പ്രധാന പില്ലറുകളാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇനി ഉയരാൻ പോകുന്നത്. അതിലെ ഏറ്റവും നിർണായകമായത് വോയേജസ് എന്ന കപ്പൽ നിർമ്മാണ കരാറാണ്. ഇന്ത്യക്ക് 7500 കിലോമീറ്റർ കടൽ തീരമുണ്ടെങ്കിലും ലോകത്തെ കപ്പൽ നിർമ്മാണത്തിൽ 1% താഴെ മാത്രമാണ് നമ്മുടെ ഇതുവരെയുള്ള പങ്കാളിത്തം. ദക്ഷിണ കൊറിയ ആകട്ടെ കപ്പൽ നിർമ്മാണത്തിൽ ലോകരാജാവാണ്. ഇന്ത്യയിൽ ഒരു പുതിയ കപ്പൽ നിർമ്മാണശാലയും സാങ്കേതിക കേന്ദ്രവും സ്ഥാപിക്കുന്നതിലൂടെ കൊറിയ കൈമാറുന്നത് വെറും കപ്പലുകളല്ല, മറിച്ച് ഒരു മാരിടൈം സൂപ്പർ പവർ ആകാനുള്ള സാങ്കേതിക വിദ്യയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ മേധാവിത്വം ഉറപ്പിക്കാൻ ഇത് സഹായിക്കും. അടുത്ത 10 വർഷത്തിനുള്ളിൽ ലോകത്തെ ഏറ്റവും മികച്ച കപ്പൽ നിർമ്മാണ ഹബ്ബുകളിൽ ഒന്നാവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് ഇതുവരെ ഇല്ലാതിരുന്ന തന്ത്രപ്രധാന പങ്കാളിത്തമാണ് കൊറിയക്കാർ നൽകാൻ പോകുന്നത്. 2. സെമി കണ്ടക്ടർ ഡിജിറ്റൽ ബ്രിഡ്ജാണ്. ഇന്ത്യ വെറും അസംബ്ലിംഗ് യൂണിറ്റുകളല്ല, മറിച്ച് സെമി കണ്ടക്ടർ ഡിസൈനിലും R&Dയിലും ഊന്നൽ നൽകുന്ന കേന്ദ്രമാകും. അതിലെ യുക്തി എന്തെന്നാൽ, കൊറിയയ്ക്ക് നിർമ്മാണ മികവുണ്ട്, അതായത് ഫാബ്രിക്കേഷൻ വൈദഗ്ധ്യം. ലോകത്തിലെ 20% സെമി കണ്ടക്ടർ ഡിസൈൻ എഞ്ചിനീയർമാർ ഇന്ത്യയിലാണ്. ഇത് രണ്ടും ചേരുന്നതോടെ ഇന്ത്യ സെമി കണ്ടക്ടറിൽ ലോകത്തെ വലിയ ശക്തിയായി മാറും. 3. ഡിഫൻസിലെ സഹകരണമാണ്. അതായത് ഇനി ഇന്ത്യ കൊണ്ടുവരാൻ പോകുന്ന അന്തർവാഹിനികളിലെ രഹസ്യം. അത്യാധുനികമായ എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ അഥവാ AIP സാങ്കേതിക വിദ്യയുള്ള അന്തർവാഹിനികൾ സംയുക്തമായി വികസിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് ഇന്ത്യയും കൊറിയയും തുടക്കമിട്ട് കഴിഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യക്ക് നൽകാൻ മടിക്കുന്ന ഈ സാങ്കേതിക വിദ്യ കൊറിയ നൽകുകയാണ്. ഇത് ഇന്ത്യൻ സബ്മറൈനുകൾക്ക് കൂടുതൽ സമയം കടലിനടിയിൽ ആഴത്തിൽ കഴിയാൻ ശേഷി നൽകും. ഈ ടെക്നോളജി വെറും ഇറക്കുമതിയല്ല,
കൊറിയൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണശാലകളിൽ വെച്ച് തന്നെ അത്യാധുനിക അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള കരാറാണ്. സാധാരണ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾക്ക് അവയുടെ ബാറ്ററികൾ ചാർജ് ചെയ്യുന്നതിനായി ഇടയ്ക്കിടെ കടൽപ്പരപ്പിന് മുകളിലേക്ക് വരേണ്ടി വരും. ഇതിനെ സ്നോക്കലിംഗ് എന്നാണ് പറയുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുത്ത് ഡീസൽ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ കടൽ നിരപ്പിലേക്ക് വരുന്നത് ശത്രുക്കളുടെ റഡാറുകളിൽ പെടാൻ കാരണമാകും. എന്നാൽ അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഇല്ലാതെ തന്നെ വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യാൻ AIP ടെക്നോളജി സഹായിക്കും. AIP ഉള്ള അന്തർവാഹിനികൾക്ക് 2 ആഴ്ചയോ അതിലധികമോ സമയം തുടർച്ചയായി വെള്ളത്തിനടിയിൽ തന്നെ കഴിയാൻ സാധിക്കും. ഇത് നമ്മുടെ സബ്മറൈനുകൾക്ക് സ്റ്റെൽത്ത് കേപ്പബിലിറ്റി നൽകും. ദക്ഷിണ കൊറിയൻ സാങ്കേതികവിദ്യ ഇന്ത്യയുടെ അന്തർവാഹിനികളിൽ, പ്രത്യേകിച്ച് പ്രൊജക്ട് 75 ഇന്ത്യയിൽ ഉൾപ്പെടുത്തുന്നതോടെ പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ നാവികസേനയെ നിശബ്ദമായി നേരിടാൻ ഇന്ത്യക്ക് സാധിക്കും. മറ്റൊരു പ്രധാന ഡിഫൻസ് ഡീൽ കൊറിയയുമായി ഒപ്പുവെച്ചത് K9 വജ്ര പീരങ്കികളുടെ 3ാം ഘട്ട വികസനമാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തായ K9 വജ്ര 2017 മുതൽ സൗത്ത് കൊറിയൻ ഡിഫൻസ് കമ്പനിയായ ഹാൻവ ടെക്വിന്റെ പിന്തുണയോടെ L&T ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട്. ലഡാക്ക് പോലെയുള്ള ദുർഘടമായ ഉയർന്ന മലനിരകളിൽ ഉപയോഗിക്കാൻ അനുയോജ്യമായ രീതിയിൽ നെക്സ്റ്റ് ജെൻ സെൽഫ് പ്രൊപ്പൽ പീരങ്കികളാകും K9 വജ്ര സീരീസിൽ ഇനി നിർമ്മിക്കാൻ പോകുന്നത്. മാത്രമല്ല, ഡ്രോണുകളുടെയും ശത്രുവിമാനങ്ങളെയും തകർക്കാൻ ശേഷിയുള്ള പുതിയ ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണുകൾ സംയുക്തമായി വികസിപ്പിക്കാനും ഇന്ത്യയും കൊറിയയും ധാരണയായിട്ടുണ്ട്. ഇതുവരെ ഇന്ത്യ പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുന്ന ഒരു ഉപഭോക്താവ് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ കരാർ പ്രകാരം കോ ഡിസൈൻ ആൻഡ് കോ ഡെവലപ്മെന്റ് എന്ന പദവിയിലേക്ക് ഇന്ത്യ കടക്കും. പുതിയ മിസൈൽ പ്ലാറ്റ്ഫോമുകളും ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റവും ഇന്ത്യയും കൊറിയയും ചേർന്ന് ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഈ ഉപകരണങ്ങൾ മറ്റ് ലോകരാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതകളും ഈ കരാർ തുറന്നിടുന്നു. ഈ പ്രതിരോധ കരാറിലെ പ്രത്യേകത എന്തെന്നാൽ, പാശ്ചാത്യ രാജ്യങ്ങൾ പലപ്പോഴും നൽകാത്ത അതീവ രഹസ്യമായ സാങ്കേതിക വിദ്യകൾ കൊറിയ ഇന്ത്യക്ക് നൽകുന്നു എന്നതാണ്. സാധാരണ പീരങ്കികൾ ഒരു ട്രക്കോ ട്രാക്ടറോ ഉപയോഗിച്ച് കെട്ടിവലിച്ചാണ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്നത്. എന്നാൽ നെക്സ്റ്റ് ജെൻ സെൽഫ് പ്രൊപ്പൽ പീരങ്കികൾക്ക് സ്വന്തമായി എഞ്ചിനും ടാങ്കുകളെ പോലെയുള്ള ട്രാക്കുകളും ഉണ്ടാകും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഷൂട്ട് ആൻഡ് സ്കൂട്ടാണ്. ഒരിടത്ത് നിന്ന് വെടിയുതിർത്ത ഉടൻ തന്നെ ശത്രു തിരിച്ചടിക്കുന്നതിന് മുൻപ് അവിടെ നിന്ന് വേഗത്തിൽ മാറാൻ സാധിക്കും. ഈ പുതിയ തലമുറ പീരങ്കികളിൽ വെടിയുണ്ടകൾ ഓട്ടോ ലോഡറാണ്. ടാർഗറ്റ് നിശ്ചയിക്കുന്നതും കമ്പ്യൂട്ടർ സഹായത്തോടെയാണ്. ഇത് കൂടുതൽ കൃത്യത നൽകുന്നു. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വളരുന്ന ഇന്ത്യ ഇന്ന് ഗ്ലോബൽ സൗത്ത് ലീഡറാണെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ-മിങ് പറയുന്നു. നിലവിൽ 1,80,000 കോടി രൂപയുടെ സാധനങ്ങൾ ദക്ഷിണ കൊറിയ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ കേവലം 60,000 കോടി രൂപയുടെ കയറ്റുമതിയാണ് ഇന്ത്യ കൊറിയയിലേക്ക് നടത്തുന്നത്. 1,00,000 കോടി രൂപയിലധികം വ്യാപാര കമ്മി നമുക്കുണ്ട്. അതുകൊണ്ട് 8 വർഷത്തിന് ശേഷം ദക്ഷിണ കൊറിയയുമായി ശക്തമായ വ്യാപാര കരാർ വരുന്നത് നമ്മുടെ സംരംഭകർക്കും സ്റ്റാർട്ടപ്പുകൾക്കും പുതിയ മാർക്കറ്റ് തുറക്കും. കാരണം നമുക്ക് കൊറിയയിലേക്ക് എക്സ്പോർട്ട് കൂട്ടിയേ പറ്റൂ. കൊറിയയ്ക്ക് ഹാർഡ്വെയർ മികവുണ്ടെങ്കിൽ ഇന്ത്യക്ക് സോഫ്റ്റ്വെയർ കരുത്തുണ്ട്. ഇന്ത്യ കൊറിയ ഡിജിറ്റൽ ബ്രിഡ്ജ് വഴി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സെമി കണ്ടക്ടർ ഡിസൈൻ എന്നീ മേഖലകളിൽ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്ക് കൊറിയൻ കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിക്കാം. കൊറിയ ഇന്ത്യ ഡിഫൻസ് ആക്സിലറേറ്റർ വഴി പ്രതിരോധ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് പുതിയ നിക്ഷേപങ്ങളും സാങ്കേതികവിദ്യയും ലഭിക്കും. ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത MSME മേഖലകൾക്കായി ഒപ്പിട്ട പ്രത്യേക കരാറാണ്. സാംസങ്, ഹ്യുണ്ടായി തുടങ്ങിയ വലിയ കൊറിയൻ കമ്പനികൾക്ക് ആവശ്യമായ സ്പെയർ പാർട്സും മറ്റ് ഘടകങ്ങളും നിർമ്മിച്ചു നൽകുന്ന ഇന്ത്യൻ ചെറുകിട വ്യവസായങ്ങൾക്ക് വലിയ അവസരം ലഭിക്കും. കൊറിയയിലെ അത്യാധുനിക നിർമ്മാണ രീതികൾ ഇന്ത്യൻ ചെറുകിട വ്യവസായങ്ങളിലേക്ക് എത്തിക്കാൻ ഈ കരാർ സഹായിക്കും. കപ്പലുകൾക്ക് ആവശ്യമായ സ്റ്റീൽ, ഇലക്ട്രോണിക്സ്, പെയിന്റ്, ഇന്റീരിയർ ജോലികൾ ചെയ്യുന്ന നമ്മുടെ ബിസിനസ്സുകൾക്ക് ഇത് വലിയ വിപണി തുറന്നു നൽകും. നേരത്തെ കൊറിയൻ വിപണിയിൽ പ്രവേശിക്കാൻ ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നോൺ താരിഫ് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പുതിയ കരാറിലൂടെ ഇന്ത്യൻ അരി, സുഗന്ധവ്യഞ്ജനങ്ങൾ, പ്രോസസ്ഡ് ഫുഡ് എന്നിവയ്ക്ക് കൊറിയൻ മാർക്കറ്റിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ പ്രവേശിക്കാം. ഇന്ത്യയുടെ ജനറിക് മരുന്നുകൾക്ക് കൊറിയൻ മാർക്കറ്റിൽ സാധ്യതയുണ്ട്. നിലവിലുള്ള കർശനമായ സർട്ടിഫിക്കേഷൻ നിയമങ്ങളിൽ ഇളവ് ലഭിക്കുന്നതോടെ ഇന്ത്യൻ മരുന്ന് കമ്പനികൾക്ക് കൊറിയയിലേക്ക് കൂടുതൽ കയറ്റുമതി നടത്താം. ഇലക്ട്രിക് വാഹനങ്ങൾക്കായുള്ള ബാറ്ററികൾ, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് കൊറിയൻ സാങ്കേതിക വിദ്യയും നിക്ഷേപവും ലഭ്യമാകും.
ഇതാണ് നാം അറിയേണ്ട വാർത്തയും. കരാറിലെ നിർണായകമായ മറ്റൊരു നേട്ടം ദക്ഷിണ കൊറിയൻ കമ്പനിയായ പോസ്കോ ഇന്ത്യ ദക്ഷിണ കൊറിയ സാമ്പത്തിക ബന്ധത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കണ്ണിയായി മാറുന്നു എന്നതാണ്. ഇന്ത്യൻ വ്യവസായ ഭീമനായ JSW സ്റ്റീലുമായി ചേർന്നാണ് പോസ്കോ പുതിയ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. പോസ്കോയുടെ ഈ നിക്ഷേപത്തിന് മധുരതരമായ മറ്റൊരു പശ്ചാത്തലമുണ്ട്. അത് പറയാം. കൊറിയയ്ക്ക് ഇന്ത്യയിൽ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. കൊറിയയ്ക്ക് മാത്രമല്ല, പലർക്കും. കാരണം ഒരു കാലത്ത് നമ്മുടെ സിസ്റ്റം അങ്ങനെയായിരുന്നു. 2005 സംഭവം. ഒഡീഷയിൽ ഒരു കൂറ്റൻ സ്റ്റീൽ പ്ലാന്റ് തുടങ്ങാൻ പോസ്കോ കരാർ ഒപ്പിട്ടിരുന്നു. 1,13,000 കോടിയുടെ കരാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമായിരുന്നു അത്. എന്നാൽ അത്രയും വലിയ ഒരു വിദേശ പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ കെൽപ്പില്ലാതിരുന്നതും ഭൂമി ഏറ്റെടുക്കലിലെ തടസ്സങ്ങൾ പരിഹരിക്കാൻ ഇച്ഛാശക്തി ഇല്ലാതെ പോയതും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ രാജ്യത്തിൻ്റെ അന്നത്തെ പരിമിതിയുമെല്ലാം കാരണം പദ്ധതി നടന്നില്ല. ഒന്നും രണ്ടുമല്ല, 10 വർഷത്തോളം അവർ കാത്തിരുന്നു. ഒടുവിൽ മടുത്ത് പോസ്കോ ആ പദ്ധതി ഉപേക്ഷിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആ സംഭവം വലിയ നിരാശയുണ്ടാക്കി. ഇന്ത്യയെക്കുറിച്ച് ബിസിനസ്സുകൾ നടക്കാത്ത രാജ്യമെന്ന അവമതിപ്പിന് കാരണമായി. അതേ പോസ്കോ ആണ് ഇതാ ഇപ്പോൾ പുതിയ വലിയ കരാറിൽ ഇന്ത്യയിലെത്തുന്നത്. അതേ ഒഡീഷയിൽ തന്നെ പ്രതിവർഷം 6 മില്യൺ ടൺ ശേഷിയുള്ള ഒരു സ്റ്റീൽ പ്ലാന്റ്. സാധാരണ ഉരുക്കിന് പകരം അത്യാധുനിക ഇലക്ട്രിക് വാഹനങ്ങൾക്കും പ്രതിരോധ ഉപകരണങ്ങൾക്കും ആവശ്യമായ ഹൈഗ്രേഡ് സ്പെഷ്യാലിറ്റി സ്റ്റീലായിരിക്കും ഇവിടെ നിർമ്മിക്കുക. ഇന്ത്യയും കൊറിയയും തമ്മിലുള്ള പുതിയ കപ്പൽ നിർമ്മാണ കരാറുകൾക്ക് ആവശ്യമായ ഉയർന്ന നിലവാരമുള്ള സ്റ്റീൽ ഈ പ്ലാന്റിൽ നിന്ന് ലഭിക്കും. ചൈനയിൽ നിന്നുള്ള സ്റ്റീൽ ഇറക്കുമതി കുറയ്ക്കാനും ഇന്ത്യയിൽ തന്നെ ആധുനിക സ്റ്റീൽ ലഭ്യമാക്കാനും പോസ്കോ സഹായിക്കും. 10,000 നേരിട്ടുള്ളതും അല്ലാത്തതുമായ തൊഴിലവസരങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും. ഇനി ടെയിലൻഡ് കൂടി പറയാം. നടക്കാത്ത കരാറുകൾ ഒപ്പിടുകയും പണിയാത്ത പാലത്തിന് കല്ലിടുകയും ചെയ്തിരുന്ന പഴയ ഇന്ത്യയല്ല, ദീർഘവീക്ഷണമുള്ള, കാര്യങ്ങൾ വേഗത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന, ഒരു കാര്യമേറ്റാൽ അത് ചെയ്യുന്ന പുതിയ ഇന്ത്യയാണിന്ന്. അതാണ് ദക്ഷിണ കൊറിയ ഉൾപ്പെടെ വലിയ രാജ്യങ്ങളെ ഇന്നിവിടേക്ക് ആകർഷിക്കുന്നത്. ഇന്ത്യ ദക്ഷിണ കൊറിയ ട്രേഡ് എഗ്രിമെന്റ് വരുമ്പോൾ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി QR കോഡ് അധിഷ്ഠിത പേയ്മെന്റ് സംവിധാനം യാഥാർത്ഥ്യമാകുന്നു. ഇരു രാജ്യങ്ങളും സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്കും ബിസിനസ് യാത്രക്കാർക്കും കറൻസി നേരിട്ട് കൈമാറാതെ തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് പണമിടപാട് നടത്താം. അതാണ് എക്സിക്യൂഷൻ. കൊറിയയുമായി ഷിപ്പ് ബിൽഡിങ്ങിന് കേന്ദ്ര സർക്കാർ ധാരണയായി മണിക്കൂറുകൾക്കുള്ളിൽ തമിഴ്നാട് പ്രഖ്യാപിക്കുന്നത് 33,000 കോടിയുടെ കപ്പൽ നിർമ്മാണശാലയാണ്. കൊറിയൻ കമ്പനി HD ഹുണ്ടായി, എൻഷിപ്പ് TN, സാഗർമാല ഫിനാൻസ് കോർപ്പറേഷൻ എന്നിവയുമായി ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞു. പദ്ധതിയുടെ പ്രാരംഭഘട്ടമെന്ന നിലയിൽ പ്രാദേശിക തൊഴിലാളികൾക്ക് കൊറിയയിൽ പരിശീലനം നൽകും. തുടർന്ന് ഇന്ത്യയിൽ അത്യാധുനിക ഡിജിറ്റൽ ഷിപ്പ്യാർഡ് വികസിപ്പിക്കുകയും ചെയ്യും. കരാറിൽ ഒപ്പുവെച്ച് ഒന്നും നടക്കാതെ തിരികെ പോയ 2005 ആ പഴയ എക്സ്പീരിയൻസിൽ നിന്ന് കരാറിൽ ഒപ്പിടുമ്പോൾ തന്നെ പദ്ധതി തുടങ്ങുന്ന പുതിയ ഇന്ത്യ. അതിൻ്റെ തെളിവാണ് ഇന്ത്യയും റഷ്യയും പരസ്പരം 5 യുദ്ധക്കപ്പലുകൾ, 10 വിമാനങ്ങൾ, 3,000 സൈനികർ എന്നിവയെ വീതം ഇരു രാജ്യങ്ങളിലും വിന്യസിക്കാവുന്ന സൈനിക സഹകരണ കരാർ. അത് ഒപ്പുവെച്ച് 4 മാസത്തിനുള്ളിൽ പ്രാവർത്തികമായത്. അതിൻ്റെ തെളിവാണ് ഇന്ത്യയും ജർമ്മനിയും ഒപ്പുവെച്ച 75,000 കോടിയുടെ അന്തർവാഹിനി കരാർ അടുത്ത 3 മാസത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ഇടപാടായി മാറുന്ന ഈ കരാറിലൂടെ 6 ആധുനിക അന്തർവാഹിനികളാണ് ഇന്ത്യയിൽ നിർമ്മിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ത്യ ഇന്ന് ലോകത്തെ ഏറ്റവും അഗ്രസീവായ രാജ്യമായി മാറിയിരിക്കുന്നുവെന്ന്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ 10ലധികം വലിയ കരാറുകളിലൂടെ നമ്മൾ 40 രാജ്യങ്ങളുമായി ഡീൽ ചെയ്യുന്നു. കരാറിൽ നിന്ന് കാര്യത്തിലേക്ക് കടക്കാനുള്ള ആ വേഗതയുണ്ടല്ലോ, അതാണ് ഓരോ രാജ്യവും ഇന്ന് ഇന്ത്യയിൽ ഉറ്റുനോക്കുന്നതും. അതുകൊണ്ടാണ് പഴയ അനുഭവങ്ങൾ കൊണ്ട് ഇന്ത്യയോട് അകലം പാലിച്ചു നിന്ന ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ താല്പര്യത്തോടെ ഇന്ത്യയിലേക്ക് വരുന്നതും. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് channelime.com.